ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റവയും പഴവും വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തതിന് ശേഷം 1/4 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരണം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാൻ 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച് എടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കണം. റവ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ റവ ഇതുപോലെ കുറേശ്ശെ ആയിട്ടൊന്ന് വെള്ളത്തിലേക്ക് ചേർക്കുന്ന സമയത്ത് ഇളക്കി കൊടുത്ത് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. പിന്നെ നമുക്ക് കട്ട ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം റവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് റവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെറ്റി റവയൊന്ന് തിക്കായിട്ട് വരണം. അതുവരേക്കും ഒന്ന് നമുക്കൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇപ്പോൾ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. ഇനി ഈ പഴവും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പഴവും റവയും ഒക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വരത്തക്ക രീതിയിലൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഈ ഒരു റവയൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമുക്ക് കയ്യിൽ എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലുള്ള ചൂടിലാവുന്ന സമയത്ത് നമുക്കിത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എള്ള് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ഒരല്പം എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള റവ കുറേശ്ശെയായിട്ട് എടുത്ത് ഒന്ന് ഉരുളയാക്കി എടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണോ ഈ ഒരു പലഹാരം വേണ്ടത് ആ ഒരു ഷേപ്പിൽ ആക്കി എടുക്കാവുന്നതാണ്. ഞാനൊന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ റോൾ ഷേപ്പിലാണ് ഒന്ന് ആക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് ഞാനൊന്ന് ആക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള റവ എല്ലാം തന്നെ ഒന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു സ്റ്റീമറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ആവിയിലൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 10 മിനിറ്റോളം ആവിയിലൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റവയും പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.